മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് പർവ്വതീകരിക്കുകയാണെന്ന്. ഒറ്റപ്പെട്ട സംഭവം. എന്നിട്ട് ഇയാൾ പറഞ്ഞു കഴിഞ്ഞ താൻ അധികാരമേറ്റതിന് ശേഷം എത്രയോ 140-145 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ടെന്ന്. ഒറ്റപ്പെട്ട സംഭവമായിട്ടേ ഒരു സ്ഥലത്ത് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവം, എന്നിട്ട് പറയുന്നു ഈ അതിക്രമം കാണിച്ച 142 പോലീസുകാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമുണ്ട്. അതായത് മുഖ്യമന്ത്രിക്കാണല്ലോ ഇതിന്റെ മൊത്തം നമ്മുടെ സംസ്ഥാനത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ഇത് ക്രമീകരിക്കുന്ന ഈ ഒരു വ്യവസ്ഥ ക്രമീകരിക്കുന്നതിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഇതിന്റെ തലപ്പത്ത് നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കൂലി കൊടുത്ത് നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ കാരണഭൂതത്തിനാണ് ഈ മൊത്തം സിസ്റ്റത്തെ എന്താ പറയാ മുന്നോട്ട് കൊണ്ടുപോകേണ്ട, അല്ലെങ്കിൽ ഇതിനെ കറക്റ്റ് ചെയ്യേണ്ട, ഇതിനെ ശുദ്ധീകരിക്കേണ്ട ഉത്തരവാദിത്തം അയാൾക്ക് നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ കുഴൽനാടൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, കുഴൽനാടൻ പറയുന്നു അതായത് മുഖ്യമന്ത്രി നേരും നെറിവുമുള്ളവനാണെങ്കിൽ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, മുഖ്യമന്ത്രി നേരും നെറിവുമുള്ളവനാണെങ്കിൽ, മനുഷ്യപക്ഷത്താണ് എങ്കിൽ, സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്ന ആളാണ് എങ്കിൽ, താഴെ നിൽക്കുന്ന പോലീസുകാർ ഒരിക്കലും ഈ പാവം മനുഷ്യരെ ഈ രീതിയിൽ തല്ലിച്ചതക്കില്ല. എന്തൊരു പ്രസക്തമായ വാക്കുകളാണത്. അതല്ലേ ശരി? അപ്പോൾ ഈ പോലീസുകാർ ഈ തന്തയില്ലായ്മ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? കാരണം അവർക്കറിയാം അതിന്റെ മുകളിലുള്ള ഞങ്ങളെ ഇവൻ ഒരു ചുക്കും ചെയ്യില്ല, കാരണഭൂതൻ ഞങ്ങളെ ഒരു ചുക്കും ചെയ്യില്ല, കാരണം ഇതിനേക്കാൾ നെറികെട്ടവനാണ് അവൻ എന്ന് ഈ കൂമ്പിടിച്ച് കലക്കുന്ന പോലീസുകാരൻ അറിയാം. അതുകൊണ്ട് മാത്രമാണ് അതല്ലാത്തൊരു മുഖ്യമന്ത്രി ആയിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതല്ലാത്ത ഇവിടെ ജനപക്ഷത്ത് നിൽക്കുന്ന ജനങ്ങളുടെ ഹൃദയ അഭിലാഷങ്ങൾ അറിയുന്ന ജനകീയനായ ഒരു മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ കേരളത്തിൽ 1-2 കുന്നംകുളവും പീച്ചിയും മാത്രമല്ല 10, 20, 25, 30 ഇത്തരത്തിലുള്ള സമാനമായ നടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞൊരു 3-4 ആഴ്ചകളായി നമ്മൾ കണ്ടത്. ഇതൊന്നും ആരോപണങ്ങളല്ല. നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ദൃശ്യങ്ങൾ കാണുകയാണ്, ചലിക്കുന്ന ദൃശ്യങ്ങൾ കാണുകയാണ്. ചെകിട്ടത്തടിക്കുന്ന പോലീസ്, കൂമ്പിടിച്ച് കളിക്കുന്ന പോലീസ്, ഒരാളല്ല 5 പേർ കൂട്ടം ചേർന്ന് ഒരു മനുഷ്യനെ കൊല്ലാക്കൽ ചെയ്യുന്നു. എന്നിട്ട് സഭയിൽ വന്നിരുന്ന് ഒരു ഉളുപ്പുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ ഈ പറയുന്ന അധമൻ ന്യായീകരിക്കുകയാണ്. പോലീസുകാരുടെ വക്കീൽ, അതാണ് MR അഭിലാഷ് പറഞ്ഞത്. ഇയാൾ പോലീസുകാരുടെ വക്കീലാണോ? ഇയാള് ഇങ്ങനെ ചെയ്യുന്ന പോലീസുകാരനെ അപ്പോഴെന്താ പറയുന്നത്? VD സതീശൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ സതീശനോട് പറയുന്നു, സതീശ ഇങ്ങനെയൊക്കെ പറ്റി നാളെ മുതൽ ഇവിടുത്തെ പോലീസ് സംശുദ്ധമായ പോലീസ് ആയിരിക്കും, ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും ഞാനിതാ പിടിച്ചു പുറത്താക്കുന്നു. ഇതല്ലേ പറയേണ്ടത്? എങ്കിൽ നമ്മൾ കയ്യടിക്കില്ലേ? ഓരോ ദിവസവും ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് പിണറായി വിജയന് കയ്യടിക്കണമെന്നാണ്. പിണറായി വിജയൻ എന്ന് പറയുന്നത് നമ്മൾ പൈസ കൊടുത്ത് നിയമിച്ച നമ്മുടെ ഈ പണിക്കാരൻ നല്ല പണിക്കാരനാകുമ്പോൾ നമ്മൾ അയാളെ പുറത്തു കെട്ടിയിട്ട് ബലേ ബാഷ് നടക്കട്ടെ എന്ന് നമ്മൾ പറയണം. അതിനിമ്മതി ഈ മനുഷ്യൻ സമ്മതിക്കണ്ടേ? എന്നിട്ട് പറയുന്നു ഈ പോലീസുകാരൊക്കെ നല്ലവരാണ്. ഇന്നലെ നിരന്തരം, അതായത് കുന്നംകുളം സംഭവം, പീച്ചി സംഭവം, അത് കഴിഞ്ഞിട്ട് അടൂർ, അങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ 10-20 സംഭവങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ആരോ എഴുതി കൊടുത്ത വാറോല ഈ മനുഷ്യൻ വായിക്കുകയാണ്. നിങ്ങളൊന്നുകൂടി കാണണം കേട്ടോ. ഇയാളുടെ ശരീരഭാഷ കള്ളന്റെ ശരീരഭാഷയാണത്. തല താഴ്ത്തിപ്പിടിച്ച് കറുത്ത മുഖത്തോടെ വായിക്കുകയാണ് ഇത്. അതായത് പോലീസുകാർ ഒന്നും ചെയ്തിട്ടില്ല, പോലീസുകാർ ഇങ്ങനെ ഒരാളെ പിടിച്ചുകൊണ്ടുവരുന്നു, അപ്പൊ അയാൾ കുറ്റവാളിയല്ല എന്ന് പറയുന്നു, പുറത്തേക്ക് വിടുന്നു, അന്വേഷണ കമ്മീഷൻ നിയമിക്കുന്നു. മറ്റേ ആള് വരുന്നു, അയാള് കുറ്റം ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു, അയാളെ വിടുന്നു. ഈ വിടുന്നവരൊക്കെ മരിച്ചു പോവുകയാണ്. കൂമ്പ് കലക്കിയിട്ടാണ് വിടുന്നത് എല്ലാവരെയും. എന്ന് പറയുന്നു ഹൃദയസ്തംഭനമാണ്. ഏറ്റവും ഇന്നലെ നിയമസഭയിൽ അരങ്ങേറിയ ദൃശ്യങ്ങൾ കണ്ടാൽ കേരളത്തിലെ ഈ മനുഷ്യന്റെ ഈ പറയുന്ന അമേദ്യം തിന്നാത്ത ഒരു മനുഷ്യനും ഇയാൾക്ക് വോട്ട് ചെയ്യില്ല, ഇയാളുടെ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യില്ല. അത്രമാത്രം ജനം വെറുത്തു കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഭരണാധിപൻ ഉണ്ടാവോ? ജനങ്ങളെ ഇങ്ങനെ കൂട്ടക്കൊല ചെയ്യുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ തല്ലി ചതിക്കുന്ന പോലീസുകാരെ സംരക്ഷിക്കുന്ന പോലീസിന്റെ വക്കീൽ. അതാണ് ഏറ്റവും ആപ്റ്റായ പദം, അതാണ് പോലീസിന്റെ വക്കീൽ. ഇത് എത്ര കാലം കൂടി നമ്മൾ സഹിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും ഒരു 7-8 മാസം നമ്മൾ ഇത് സഹിക്കണം.
പക്ഷെ 7-8 മാസത്തിനുള്ളിൽ ഇനിയും എത്ര പേർ അതിന്റെ ഇടയ്ക്ക് പറയുന്നതെന്ന് അറിയോ? ഇത് 3 വർഷം മുമ്പ് നടന്നതാണ്, ഇത് 2 വർഷം മുമ്പ് നടന്നതാണ്. എന്താ 2 വർഷം മുമ്പ് പോലീസുകാർ ഇടിച്ചു? ഇതെന്തുകൊണ്ട് 2 വർഷം മുമ്പ് നടന്നത് നമ്മൾ അറിഞ്ഞില്ല? ഇപ്പോഴാണ് അതിന്റെ CCTV ദൃശ്യങ്ങൾ വരുന്നത്. ഇപ്പോഴാണ് CCTV ദൃശ്യങ്ങൾ വരുന്നത്. ചെകിട്ടത്തടിച്ച പോലീസുകാരനെ ആ CCTV ദൃശ്യങ്ങളൊക്കെ ഇതിന്റെ ഏമാന്മാർ കണ്ടതാണ്, ആഭ്യന്തരമന്ത്രി കണ്ടതാണ്. എന്നിട്ടാണ് SIA പ്രൊമോട്ട് ചെയ്യുന്നത്. SIA ക്രമസമാധാന ചുമതലയുള്ള CIA പ്രൊമോട്ട് ചെയ്യുകയാണ്. ഒന്ന് ആലോചിക്കണം നിങ്ങൾ. ഇതൊക്കെ പുറത്തു വന്നപ്പോഴാണ് 2.5 വർഷത്തിന് ശേഷം ഇയാളെപ്പോ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പിച്ചിയിലുള്ള ആ CA സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവിറക്കിയത് കഴിഞ്ഞ ദിവസമാണ്. കഴിഞ്ഞ ദിവസം 2.5 വർഷത്തിന് ശേഷം. എന്തുകൊണ്ട്? ഈ ദൃശ്യങ്ങൾ പുറത്തായപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്ത് വന്നല്ലായിരുന്നെങ്കിലോ ഇയാൾ സിയും ഇയാൾ നാളെ ഇയാൾ DGP ആകുമായിരുന്നു. ഇതാണ് ഞാൻ DGP എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് റാവത ചന്ദ്രശേഖരനെ കുറിച്ച് ഓർത്തത്. റാവത അറിയില്ലേ? കൂത്തുപറമ്പ് വെടിവെപ്പിൽ 5 സഖാക്കളുടെ മരണത്തിന് കാരണക്കാരൻ ഈ റാവത ചന്ദ്രശേഖരനാണ് എന്ന് DYFI-കാരെന്ന് ഇവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇയാളെക്കെതിരെ നടപടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അയാളെയാണ് ഇപ്പോൾ DGP ആക്കിയത്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ഇയാൾക്ക് ഒരു മനുഷ്യനോടും മാനുഷിക വികാരമില്ലാന്നേ. ഇയാൾക്ക് ആകെ സ്നേഹമുള്ളത് സ്വന്തം കുടുംബത്തോട് മാത്രം, സ്വന്തം മകളോട് മാത്രം, സ്വന്തം മകനോട് മാത്രം, സ്വന്തം ഭാര്യയോട് മാത്രം. അതിനപ്പുറം ഒന്നുമില്ല ഈ മനുഷ്യന്. സഖാക്കന്മാരെ വരെയല്ലേ കൊല്ലാക്കൊല ചെയ്തിരിക്കുന്നത്. DYFI-യുടെ നേതാവ്, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി നേതാവ്, ഇവരെയൊക്കെയാണ് പോലീസുകാർ തല്ലി ചതയ്ക്കുന്നത്. അപ്പോഴാണ് ഈ മനുഷ്യൻ പറയുന്നത് അതൊക്കെ അന്വേഷണ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രേ. എപ്പോ ഇയാളുടെ മോളെയാണ് ഈ ലോക്കപ്പിലിട്ട് ഈ വിധം മർദ്ദിക്കുന്നതെങ്കിൽ ഈ മനുഷ്യൻ ഈ കാരണബോധം ഇങ്ങനെയാണോ പറയാ?